Greetings to you in the glorious name of our Lord and Savior Jesus Christ. This is Pastor Sanika Thomas from Chamanur. We are continuing the class today from Book of Revelation, chapter 15 to 17. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ ഇന്ന് രാത്രികാലം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിൻ്റെ തൊട്ടുള്ള ഭാഗങ്ങൾ ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. അവണ്ണം നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. പെർഗമോസ് എന്ന് പറഞ്ഞ ദൈവസഭയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വെനസ്ഡേ രാത്രിയിൽ ഓർപ്പിച്ചു. പെർഗമോസ് ചർച്ച് എന്നുള്ള ദൈവസഭയുടെ ദൂതന് കർത്താവ് ഡയറക്റ്റായി എഴുതി അറിയിക്കുന്ന ദൂത് ഇതാണ്: നിങ്ങൾക്ക് നല്ല ഗുണങ്ങളുണ്ട്, ദോഷഗുണങ്ങളുമുണ്ട്. നല്ല ഗുണങ്ങൾ, ഞങ്ങളെന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, ഞങ്ങളെന്റെ നാമത്തെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഡീമെറിറ്റ്സ് ആയി പറയുന്നത്, there are some people who are following the doctrines of Belial. First one. Second one, there are some group, they are following the doctrines of Nicolaitans. അവിടെയാണ് 15-ാം വാക്യവും ആരംഭിക്കുന്നത്. നിക്കലോവിയരുടെ ഉപദേശം പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ നിങ്ങളിൽ ഉണ്ട്. ഇത് രണ്ടും പറഞ്ഞേച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞു: ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് നിങ്ങളോട് പോരാടും. ശ്രദ്ധിക്കുക, there are some people, 2 merits and 2 demerits are reported to the church at Pergamos. First demerit is, there are some group, they are following the doctrines of Belial. Last Wednesday I have discussed about that. And there are some people, those who are following the doctrines of Nicolaitans. നിക്കലോവ്യരുടെ ഉപദേശവും പിടിച്ചു നിൽക്കുന്ന ചിലരും നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് അവരോട് പറയുന്നു. അത് കഴിഞ്ഞ് അവരോട് പറയുകയാണ്: റിപ്പന്റ്, otherwise repent, or else I shall come quickly and fight with them with the mouth, with the sword that follows from my mouth. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, 2 ഗ്രൂപ്പ് ആൾക്കാരെ കാണിച്ചു. The one, those who are following the doctrines of
Balaam instructed Balak to send women among to the Israelites. ഇസ്രായേൽസിന്റെ നടുവിലേക്ക് മോവാബിയ സ്ത്രീകളെ ഇറക്കിവിട്ട് അവരെ കൊണ്ട് ദുർമാർഗം ചെയ്യിച്ച് ദൈവകൃപയിൽ നിന്ന് ജനത്തെ നശിപ്പിച്ചു കളഞ്ഞു. അതേപോലെ തന്നെ നിക്കലോഷ്യൻസിന്റെ ഉപദേശം, those are following the priestly tradition of Jewish religion as well as the Roman religion. റോമ മതത്തിന്റെയും യഹൂദ മതത്തിന്റെയും പാരമ്പര്യ പൗരോഹിത്യ ചിട്ടകളെ ഫോളോ ചെയ്യുവാൻ അവരെ നിർബന്ധിച്ച ഒരു ഗ്രൂപ്പാണ് നിക്കോലേഷ്യൻസ്. ഇവരെ കാണിച്ചു വെച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവരോട് പറയുന്നു, മാനസാന്തരപ്പെടുക. അല്ല, ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് അവരോട് പോരാടും. നമ്മളിതിന്റെ ആരംഭത്തിൽ ഇങ്ങനെ വായിച്ചു, മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. പെർഗമോസ് സഭയുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോ ദൂത് പറഞ്ഞു തുടങ്ങുമ്പോ അവിടെ പറയുകയാണ്, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. അന്നേച്ചാണ് ഇവിടെ പറയുന്നത് റിപ്പന്റ്, മാനസാന്തരപ്പെടുക. അല്ല, ഞാൻ വേഗത്തിൽ വരും. വേഗത്തിൽ വന്നിട്ട് എന്റെ വായിലെ വാളുകൊണ്ട് നിങ്ങളോട് പോരാടും. നമ്മുടെ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. എബ്രായർ, ബുക്ക് ഓഫ് ഹീബ്രൂസ്, ചാപ്റ്റർ 4 വേർഡ്സ് 12. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഏത് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കത്തക്കവണ്ണം മനുഷ്യന്റെ ചിന്തകളെയും വിചാരങ്ങളെയും വേർതിരിക്കത്തക്കവണ്ണമുള്ള അതിശക്തമായ ദൈവത്തിന്റെ വചനമാകുന്ന വാളാണ്. അപ്പോ ദൈവത്തിന്റെ വചനം, the word of God is the sword, like two-edged sword. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ആ വാൾ മനുഷ്യനെ അവന്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ സന്ധിമജ്ജകളെ മുറിച്ച് കയറി ചെല്ലത്തക്കവണ്ണം അതിശക്തമായ ദൈവവചനം. അതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വരും, വന്നിട്ട് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് നിങ്ങളോട് പോരാടും. അതേപോലെ തന്നെ നമ്മള് യെരമ്യാ പ്രവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യെരമ്യാ ചാപ്റ്റർ 23 വേർഡ്സ് 29. മൈ വേർഡ് ഈസ് ലൈക്ക് ഫയർ. അടുത്തത്, മൈ വേർഡ് ഈസ് ലൈക്ക് എ ഹാർമർ ബ്രേക്സ് ദ റോക്ക് ഇൻ ടു പീസസ്. എന്റെ വചനം തീയും പാറയെ തകർക്കുന്ന ചുറ്റികയുമാകുന്നു. യെരമ്യാ പ്രവചനം 23-29 വാക്യമാണ് ഞാൻ പറഞ്ഞത്. മൈ വേർഡ് ഈസ് ലൈക്ക് ഫയർ ആൻഡ്
like a hammer, it breaks the rocks into pieces. പാറകളെ തകർക്കുവാൻ കഴിയുന്ന ഒരു വലിയ ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ കർത്താവായ യേശു മശിഹ പെർഗമോസിലുള്ള ദൈവസഭയോട് പറയുകയാണ്, നിങ്ങളിൽ ചിലർ ബലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവസഭയെ, ഇസ്രായേൽ ജനത്തെ ദുർനടപ്പിലേക്ക് വഴി നടത്തിയ ബലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ. ഞാൻ എന്നെ ഇങ്ങനെ ഓർപ്പിച്ചു, സംഖ്യാപുസ്തകം 20 മുതൽ 23 വരെയുള്ള 3 അധ്യായങ്ങളിൽ ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബലയാം എന്ന് പറഞ്ഞ പ്രവാചകൻ ബാലാക്കിന്റെ ആലോചന പ്രകാരം ഇസ്രായേൽ ജനത്തെ ചതിക്കുന്നു. അവരുടെ നടുവിലേക്ക് ദുർമാർഗം ആചരിപ്പാൻ, വിഗ്രഹ ആരാധന കൊണ്ടുവരുവാൻ, സെക്സൽ ഇമ്മോറാലിറ്റി കൊണ്ടുവരുവാൻ അവരെ ഉപദേശിച്ചു കൊടുത്ത ബലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ നിങ്ങളുടെ നടുവിലുണ്ടെന്ന് ദൈവാത്മാവ് എടുത്തു പറഞ്ഞു. അടുത്തത് പറയുകയാണ്, there are some people who is following the doctrines of Nicolaitans. നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും നിങ്ങളുടെ നടുവിലുണ്ട്. ഈ 2 ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണ്, മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഞാൻ വന്ന് അവരോട് പോരാടും. സ്തോത്രം. അപ്പോ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാ ഭാഗങ്ങളിലും ദൈവസഭയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൊടുക്കുമ്പോ അവരോട് പറയുന്നുണ്ട്, റിപ്പന്റ്, അതർവൈസ് ഐ ഷാൽ കം ക്വിക്ലി ആൻഡ് ഫോട്ട് അഗൈൻസ്റ്റ് ദോസ് ഹു ആർ നോട്ട് റിപ്പന്റഡ്. മാനസാന്തരപ്പെടാത്തവരോട് ഞാൻ എന്റെ വായിലെ വാക്കുകൾ കൊണ്ട്, വായിലെ അധികാരത്തിന്റെ വചനം കൊണ്ട് അവരോട് പോരാടും എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എഫെസോസ് സഭയ്ക്ക് ദൂത് എഴുതിയപ്പോ അവരോട് പറഞ്ഞു, മാനസാന്തരപ്പെടുക. സർദീസിലെ സഭയ്ക്ക് ദൂത് എഴുതിയപ്പോ അവിടെ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ആത്മാവ് കുറ്റങ്ങളൊന്നും പറയാത്തത്. പെർഗമോസ് സഭയ്ക്ക് ദൂത് എഴുതിയപ്പോ ആ ദൂത് അവസാനിപ്പിക്കുക അവരോട് പറയുക, നിങ്ങൾ പാർക്കുന്നത് സാത്താന്റെ പാർപ്പിടമുള്ളിടത്താ, സാത്താന്റെ കുടിയിരിപ്പുള്ളിടത്താണ് നിങ്ങൾ പാർക്കുന്നത്. ഇതെല്ലാം പറഞ്ഞവരോട് പറയുന്നു, നിങ്ങൾക്ക് ചില നല്ല ഗുണങ്ങൾ പറയാനുണ്ട്. നിങ്ങളൊരു നാമം ഇതുവരെയും നിഷേധിച്ചിട്ടില്ല. അന്തിപ്പാസിനെ കൊന്ന ആ കാലഘട്ടത്തിൽ പോലും നിങ്ങളെന്റെ നാമം നിഷേധിച്ചില്ല. 2 ഗുണങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞാണ് 2 ദോഷങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത്. ഒന്ന്, ബലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ, ഇസ്രായേൽ ജനത്തെ കൊണ്ട് ദുർമാർഗം ചെയ്യിച്ച, ദുർനടപ്പാചരിക്കേണ്ടതിന് അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ഇസ്രായേൽ ജനത്തെ ഉപദേശിച്ച ബലയാമിന്റെ ഉപദേശം, ദുർനടപ്പ് ആചരിക്കേണ്ടതിന് ജനത്തെ ഉപദേശിച്ച ബലയാമിന്റെ ഉപദേശം. അടുത്തത്, നിക്കലോവിയരുടെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവരും നിങ്ങളുടെ നടുവിലുണ്ട്. ആകയാൽ ഇവരോട് പറയുകയാണ്, മാനസാന്തരപ്പെട്ടുകൊള്ളുക. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു നമ്മൾ വായിക്കും. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ ഒരു വാക്യം ഞാൻ വായിക്കുന്നു. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 17 വേഴ്സ് 30, 30-ാം വാക്യം. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് കൽപ്പിക്കുന്നു. ഇറ്റ്സ് എ കമാൻഡ് ഫ്രം ഗോഡ് ഓൾമൈറ്റി. ഈ കമാൻഡ് ഇങ്ങനെയാണ്, അറിവില്ലായ്മയുടെ കാലങ്ങളെ
ദൈവം ലക്ഷ്യമാക്കാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. God Almighty commanding to the people that you should repent from your ignorance. നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുക എന്നുള്ള സാർവത്രികമായ ഒരു ഉപദേശമാണ് റിപ്പന്റൻസ് എന്ന് പറയുന്ന ഉപദേശം. ദൈവസഭയുടെ 7 ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് മാനസാന്തരം എന്നുള്ളത്. മാനസാന്തരപ്പെടുക, പാപത്തെ വിട്ട് മാനസാന്തരപ്പെടുക, പാപപ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെടുക, മടങ്ങി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് യഹോവയായ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഞാന് നമ്മുടെ ക്ലാസ്സുകളുടെ ആരംഭത്തിൽ ഇങ്ങനെ ഓർപ്പിച്ചു, യേശു മശിഹ തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോ യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു ശബ്ദമായിരുന്നു റിപ്പന്റ്. The time is at hand. Repent and believe in the gospel. കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരമില്ലാത്ത ഒരു കൂട്ടം ജനത്തെ ദൈവസഭയ്ക്കകത്ത് നമുക്ക് ദർശിക്കുവാനും കഴിയും. ഇവിടെ പരിശുദ്ധാത്മാവ് പെർഗമോസിലുള്ള ദൈവസഭയോട് പറയുന്നു, you have 2 groups of people. One group, they are following the doctrines of Balaam. Second group, they are following the doctrines of Nicolaitans. നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ, ബലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ. നിക്കലോവരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിന്റെ, മതത്തിന്റെ പൗരോഹിത്യ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പട്ടത്ത സഭകളെ കുറിച്ചുള്ള ഉപദേശങ്ങൾ പ്രസംഗിക്കുന്നവർ, റോമൻ പട്ടത്ത സഭകളെ കുറിച്ചുള്ള ഉപദേശങ്ങൾ പ്രസംഗിക്കുന്നവർ, റോമൻ കൾട്ടിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ, വിഗ്രഹ ആരാധനയെ കുറിച്ച് പ്രസംഗിക്കുന്നവർ, ഇവരാണ് നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ. അടുത്തത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇതാ പീപ്പിൾ ദോസ് ഹു ആർ ഫോളോയിങ് ദ ഡോക്ട്രിൻസ് ഓഫ് ബലയാം. ഇസ്രായേൽ ജനത്തിന് ഇടർച്ച വരുത്തേണ്ടതിന് അവരുടെ ഇടയിലേക്ക് ദുർമാർഗം വിട്ടുകൊടുത്ത ബലയാമിന്റെ ഉപദേശം എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് ഏത് വിധത്തിലും ജീവിക്കാം എന്നുള്ള ഒരു ഉപദേശം പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ജനം നമ്മുടെ ദൈവസഭകൾക്കകത്തുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, these people should have to repent, otherwise I shall come quickly and fight against these people. ഇങ്ങനെയുള്ള ഒരു ജനം നമ്മുടെ നടുവിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടാൻ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തിലുള്ള വാള് മനുഷ്യന്റെ ഏത് ചിന്തകളെയും ഭാവനങ്ങളെയും തുളച്ചു കയറുവാൻ തക്കവണ്ണം അതിശക്തമായ ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം ഇവിടെ കർത്താവ് പറയുന്നു, unless and until you repent, I shall come quickly and I shall fight against them that not repented. മാനസാന്തരപ്പെടാത്തവരോട് പരിശുദ്ധാത്മാവിൽ കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെടുക. പാപപ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെടുക, ദുർമാർഗങ്ങളെ വിട്ട് മടങ്ങി വരിക, വിഗ്രഹാരാധന വിട്ട് മടങ്ങി വരിക. എന്നുവെച്ചാണ് അവരോട് കർത്താവിന്റെ ആത്മാവ് പറഞ്ഞത്, മടങ്ങി വരിക.
എന്റെ യിരെമ്യാ പ്രവചനത്തിലെ ഒരു വാക്യം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, മൈ വേർഡ് ഈസ് ലൈക്ക് ഫയർ ആൻഡ് മൈ വേർഡ് ഈസ് ലൈക്ക് ആർമർ ദാറ്റ് ബ്രേക്സ് റോക്സ് ഇൻടു പീസസ്. എന്റെ വചനം തീയും എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിയുമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. ശബരത്തിലെ ഒരു വാക്യം. അപ്പോ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ ദൈവസഭയ്ക്കകത്ത് നിലനിൽക്കുന്ന അനാചാരങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ജനത്തോട് സംസാരിക്കും. ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയ്ക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു ഉപദേശമാണ് ഡോക്ട്രിൻ ഓഫ് റിപ്പന്റൻസ്, മാനസാന്തരത്തിന്റെ ഉപദേശം. ക്രിസ്തീയ സഭകളിൽ മാനസാന്തരത്തിന്റെ ഉപദേശം പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും അത് പ്രചരിക്കുന്നവരുമായി തീരണം. അതിനാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അപ്പോ ഇവിടെ കർത്താവ് പറയുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വരും, വന്നിട്ട് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് അവരോട് പോരാടും. നമ്മൾ പെർഗമോസ് സഭയുടെ ദൂതിന്റെ ആരംഭത്തിൽ ഇങ്ങനെ വായിച്ചു, ഇരുവായ്ത്തിലുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. The one who speaks to the church at Pergamos is that the one having the word of the sword, having two-edged sword. ഇരുവായ്ത്തരയുള്ള വാളുള്ള ദൈവത്തിന്റെ പുത്രൻ നേരിട്ട് പെർഗമോസ് സഭയോട് പറയുകയാണ്, മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വരും, ഞാൻ വേഗത്തിൽ വരും. I shall come quickly and fight against the people, those who are not repenting in the church. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വാളുകൊണ്ട് മാനസാന്തരപ്പെടാത്തവരോട് ഞാൻ പോരാടുമെന്ന് ദൈവത്തിന്റെ പുത്രൻ ദൈവസഭയോട് അരുളി ചെയ്യുകയാണ്. അതിന്റെ അർത്ഥം ഇതാണ്, രണ്ട് ദോഷവശങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിട്ട് അവരോട് പറയുന്നു, ബലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിങ്ങളോട് കൂടെയുണ്ട്. അന്ന് വെച്ച് അടുത്തത് പറഞ്ഞു, നിക്കലോവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവരും നിങ്ങളുടെ കൂടെയുണ്ട്. മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ വരും. ഞാൻ വന്നിട്ട് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തിലുള്ള വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തിലുള്ള വാളുകൊണ്ട് മാനസാന്തരപ്പെടാത്ത ജനത്തോട് പോരാടുമെന്ന് പരിശുദ്ധാത്മാവ് പെർഗമോസ് ദൈവസഭയോട് ദൂത് പറയുക. അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭകളുടെയും ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് റിപ്പീറ്റഡായി പറയുന്ന ഒരു വാക്കാണ്, ദോസ് ഹു ഹാവ് ഇയേഴ്സ് ലെറ്റ് ദം ഹിയർ വാട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സ്പീക്ക് ടു ദ ചർച്ചസ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. എന്നേച്ചാണ് അവരോട് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ ഇന്ന ഗിഫ്റ്റ് കൊടുക്കും. 7 സഭകൾക്കും ദൂതെഴുതി ആ ദൂതിന് കൺക്ലൂഷൻ പറയുമ്പോ അവസാനമായി രേഖപ്പെടുത്തുന്ന വാക്കാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
സ്തോത്രം. ആത്മാവ് സഭകളോട് കൽപ്പിക്കുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേട്ടുകൊള്ളട്ടെ. ഇത് പറഞ്ഞേച്ചാണ് ആ ജനത്തോട്, പെർഗമോസിലുള്ള ദൈവസഭയോട് പറയുന്നു, ജയിക്കുന്നവന്, those who are conquering, ജയിക്കുന്നവന്, those who are having victory over the Satan, those who are having victory over the satanic doctrines, അവർക്ക് ഞാൻ ഇന്ന പ്രതിഫലം കൊടുക്കും. എഫേസോസിലെ ദൈവസഭയോട് ഈ ദൂത് പറഞ്ഞപ്പോ ജയിക്കുന്നവന് കൊടുക്കുന്ന ദൂത് ഇങ്ങനെ പറഞ്ഞു, ഏദൻ പർദീസയിൽ ആദമിന് ലഭിക്കാതിരുന്നതായ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഞാൻ നിങ്ങൾക്ക് തിന്നാൻ തരും. സർദീസിലെ ദൈവസഭയ്ക്ക് ദൂത് എഴുതി അവസാനിപ്പിച്ചപ്പോ അവരോട് ഇങ്ങനെ പറഞ്ഞു, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. മൂന്നാമത്തെ ദൈവസഭയായ പെർഗമോസ് ദൈവസഭയ്ക്ക് ദൂത് എഴുതി അവസാനിപ്പിക്കുമ്പോ ഇവിടെ കർത്താവ് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇസ്രായേൽ ജനത്തിന് സമാഗമന കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ തീറ്റിപ്പോറ്റിയ മന്ന എന്ന് പറഞ്ഞ മന്ന അവർ പിറക്കി സൂക്ഷിച്ചു വച്ചിരുന്നു, വരും തലമുറകൾക്ക് അത് കാണുവാൻ. അത് എന്നേക്കും ദേവാലയത്തിലെ സമാഗമന കൂടാരത്തിനകത്ത് സൂക്ഷിച്ചു വച്ചിരുന്നു. യേശു പറഞ്ഞു, ഞാൻ ജീവനുള്ള മന്നാകുന്നു. Those who are eating me or those who are partaking my blood and my blood, they will not die. എന്റെ രക്തവും എന്റെ മാംസവും ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് നമ്മുടെ കർത്താവ് വിളിച്ചു പറഞ്ഞു. ഇത് ഹിഡൻ മന്ന ഈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മറഞ്ഞിരിക്കുന്ന മന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിഹ. നമ്മുടെ പെസഹ കുഞ്ഞാട് വറക്കപ്പെട്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനത്തിന്റെ സമാഗമന കൂടാരത്തിൽ, ദേവാലയത്തിൽ, അതിവിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പം സൂക്ഷിച്ചു വച്ചിരുന്നു. മന്നായിട്ട് വെക്കുന്ന ഒരു പാത്രമുണ്ട്, മന്നായിട്ട് വെക്കുന്ന സ്വർണപാത്രം. ആ സ്വർണപാത്രത്തിൽ 40 വർഷക്കാലം മിസ്രൈമിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ട് അവർ യോർദാൻ ചെങ്കടൽ അക്കര കടക്കുന്നത് വരെ യഹോവയായ ദൈവം തന്റെ ജനത്തെ തീറ്റിപ്പോറ്റിയ അതിമധുരമായ ഒരു ഭക്ഷണമായിരുന്നു മന്ന. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, those who are conquering, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇവിടെ ഒരു കാര്യമല്ല പറയുന്നത്, ഇവിടെ ഒരു 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇത് ഹിഡൻ മന്ന. സെക്കൻഡ് വൺ, ഇത് വൈറ്റ് സ്റ്റോൺ. തേർഡ് വൺ, there is a new name written in the earth. 3 കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, ഹിഡൻ മന്ന, മറഞ്ഞിരിക്കുന്ന മന്ന. 2, വെള്ളക്കല്ല്. ഞാൻ ഈ വെള്ളക്കല്ലിനെ കുറിച്ചൊന്ന് പഠിച്ചപ്പോ, പഴയ കാലങ്ങളിൽ റോമൻ ഗവൺമെന്റിന്റെ, ഗ്രീക്ക് ഗവൺമെന്റുകളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ, ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെയും റോമൻ സാമ്രാജ്യത്തിന്റെയും കാലഘട്ടത്തിൽ വെള്ളക്കല്ലുകൾ ചിലരുടെ പതക്കങ്ങൾ പതിച്ചിരുന്നു. ഇന്ന് നമ്മുടെ ഗവൺമെന്റ് വീരമൃത്യു വരിക്കുന്നവർക്ക് ചില പതക്കങ്ങൾ കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്റെ ജനത്തെ ധീരതയോടെ നടത്തുന്ന ന്യായാധിപന്മാർക്ക്, സേനാധിപന്മാർക്ക് റോമൻ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ, റോമൻ ഭരണകാലഘട്ടങ്ങളിൽ കൊടുത്തിരുന്ന
അതിമഹത്തായ ഒരു ഉപഹാരമായിരുന്നു വെള്ളക്കല്ല്. പടനായകന്മാർക്ക് കൊടുത്തിരുന്ന അതിമഹത്തായ ഒരു അവാർഡായിരുന്നു വെള്ളക്കല്ല്, വൈറ്റ് സ്റ്റോൺ. അത് വൈരക്കല്ലുകൾ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, those who are conquering this world, those who are conquering the satanic tactics which is following in our church, those who are following, those who are conquering the eyes of the flesh, the eyes of the lust of the flesh, the lust of the eyes and the pride of this world, they will be rewarded. ഇത് ഇടൻ മന്ന. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, 7 സഭകൾക്കും ദൂതെഴുതി അവരുടെ ദൂത് അവസാനിക്കുമ്പോ കർത്താവിന്റെ ആത്മാവ് എടുത്തെടുത്ത് പറയുന്ന 7 കാര്യങ്ങളുണ്ട്. എഫെസോസ് സഭയോട് പറഞ്ഞു, ഏദൻ പൂങ്കാവനത്തിൽ ആദമനും ഹവ്വയ്ക്കും ലഭിക്കാതിരുന്നു പോയ ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ നിങ്ങൾക്ക് തിന്നാൻ തരും. ജയിക്കുന്നവന് എഫെസോസ് സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ദൂതാണിത്. അത് കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പോ സ്മിർനയിലെ സഭയ്ക്ക് ദൂതെഴുതി അവസാനിപ്പിച്ച് അവരോട് പറയുന്നു, those who are conquering, they will not hurt by second death. രണ്ടാം മരണത്താൽ അവർക്ക് ദോഷം വരികയില്ല. ഇവിടെ പെർഗമോസിലെ ദൈവസഭയോട് പറയുക, those who are conquering, they will be rewarded. ഇത് കിടൻ മന്ന, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഇത് വൈറ്റ് സ്റ്റോൺ. തേർഡ് വൺ, God Almighty will write His name on His forehead. ഒന്ന് ചിന്തിക്കണമേ എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ. ഈ ലോകത്തെ ജയിക്കുന്നവന്, ലോകത്തിൽ സാത്താനിക ചിന്തകളെ ജയിക്കുന്നവന്, ജഡത്തിന്റെ ഇച്ഛകളുടെ മേൽ ജയമെടുക്കുന്നവന്, ലോകത്തെയും ജഡത്തെയും പാപത്തെയും ജയിക്കുന്നവന് ദൈവപുത്രന്റെ കരങ്ങളിൽ നിന്ന് വിവിധങ്ങളായ പ്രതിഫലങ്ങൾ ലഭിക്കും. സ്തോത്രം. അപ്പോ ചിന്തിക്കണേ, നീ കഷ്ടതയിൽ കൂടി കടന്നുപോയാലെന്ത്, നീ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയാലെന്ത്, മരണപര്യന്തം വിശ്വസ്തരായിരുന്നാൽ, until the last breath of your birth, നിങ്ങളുടെ ജീവപര്യന്തം, ജീവൻ അവസാനം വരെ നിങ്ങൾ വിശ്വസ്തനായിരുന്നാൽ, നമുക്ക് വേണ്ടി ലോകത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, സാത്താനെ ജയിച്ചവൻ തന്റെ ജനത്തിനു വേണ്ടി തരുന്നത് ഇസ്രായേൽ ജനത്തിന് കഴിക്കുവാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന അതിശക്തന്മാരുടെ ഭോജനമായിരിക്കുന്ന ജീവന്റെ ഇടൻ മന്ന, മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ നിങ്ങൾക്ക് തരും. 2, പടനായകന്മാർ, പടകൾ നയിക്കുന്ന പടനായകന്മാർ, അവർ പട ജയിച്ച് ഓടി ഓടി മുമ്പോട്ട് വരുമ്പോൾ റോമൻ ചക്രവർത്തിമാർ, റോമൻ ഭരണാധികാരികൾ ആ ജയിച്ചു വരുന്ന പടനായകന്മാർക്ക് അവരുടെ പതക്കം, അവർക്ക് കൊടുത്തിരുന്ന ഒരു പതക്കമായിരുന്നു വൈറ്റ് സ്റ്റോൺ, വിലയേറിയൊരു കല്ല്. ആ വിലയേറിയ കല്ലും നമുക്ക് ലഭിക്കും. 3ാമതായി ലഭിക്കുന്ന പ്രതിഫലം, ദൈവം തന്റെ പേര് നമുക്ക് വേണ്ടി എഴുതി തരും. എഴുതുന്നവനല്ലാതെ ആർക്കും അറിയില്ല വാട്ട് ഹി ഈസ് റൈറ്റിംഗ് ഇൻ മൈ ഫേസ്. സ്തോത്രം. ഇവിടെ വായിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 1.
അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരുമറിയാത്തത് ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു പുതിയ നാമവും കൊടുക്കും. എന്തായിരിക്കും അറിയാമോ നാമം? അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ വിശ്വാസം കാത്തു, ഞാൻ ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതു, എനിക്ക് നീതിയുടെ കിരീടം ലഭിക്കും. നീതിമാന്മാർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന, വിശുദ്ധന്മാർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആ കിരീടം നമുക്ക് ലഭിക്കും. ഈ കാലഘട്ടത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, കർത്താവിന് വേണ്ടി ഞെരുക്കം അനുഭവിക്കുന്ന, കർത്താവിന് വേണ്ടി മരിക്കുവാൻ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തെ ജയിക്കുന്നവന്, ഈ ലോകത്തിന്റെ മോഹങ്ങളെ ജയിക്കുന്നവന്, ഈ ലോകത്തിന്റെ അധിപതിയെ ജയിക്കുന്നവന്, ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതിയെ ജയിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലം, മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ അവന് കൊടുക്കും. 2, അവന് ഒരു വെള്ളക്കല്ല് ഞാൻ കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, റോമൻ ചക്രവർത്തിമാർ, അവരുടെ പട നയിക്കുന്ന പടനായകന്മാർ പടകൾ നയിച്ച് രാജ്യങ്ങളെ കീഴടക്കി അവരിങ്ങോട്ട് വരുമ്പോ അവർക്ക് വേണ്ടി സമ്മാനിച്ചിരുന്നതാണ് ഈ അതിമഹത്തായ വെള്ളക്കല്ല്. ഈ വെള്ളക്കല്ല് ജയിക്കുന്ന ഒരു ഗ്രൂപ്പിന് ലഭിക്കും. അടുത്തത്, God Almighty will write His name on my hand. എന്റെ കരങ്ങളിൽ, അല്ലെങ്കിൽ എന്റെ നെറ്റിയിൽ, എന്റെ ഹൃദയത്തിനകത്ത് ദൈവം ഒരു പേരെഴുതി വെക്കും. സ്തോത്രം. യെശയ്യാപുരാണം 62 അധ്യായത്തിൽ യെശയ്യാപുരാണം 62 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ, Thou shall be called by a new name. 62 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ വായിക്കുന്നതാണ്, Thou shall be called by a new name. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ തരും, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും, എന്റെ പേര് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ എഴുതിയിരിക്കും എന്നൊക്കെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്മാരിൽ കൂടി അരുളിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ ഒരു പ്രധാന വാക്യം എഴുതിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 19 അധ്യായം അതിന്റെ 12 വാക്യം ശ്രദ്ധിച്ചു കേട്ടോണേ. അവന്റെ കണ്ണ് അഗ്നിജാലം, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കണേ, നമുക്ക് വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മാനവജാതിക്ക് വേണ്ടി തന്നെങ്കിൽ, യേശു ക്രിസ്തു ലോകത്തെയും സാത്താനെയും ലോകത്തിന്റെ ഇമ്പത്തെയും ജയിച്ചെങ്കിൽ, ജയിക്കുന്ന ഒരു ഗ്രൂപ്പ് ദൈവസഭ, ക്രിസ്തുവിന്റെ മണവാട്ടി സഭ. ക്രിസ്തുവിന്റെ മണവാട്ടി സഭയ്ക്ക് ലഭിക്കുവാൻ പോകുന്നത് ആരും ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത, ആരും ഇതുവരെയും പ്രാപിച്ചിട്ടില്ലാത്ത അതിമഹത്തായ പ്രതിഫലങ്ങൾ ദൈവസഭയ്ക്ക് ലഭിക്കും. ഒന്ന് ചിന്തിക്കുക. ഇന്ന് രാത്രി ഞാനിവിടെ ചോദിക്കേണ്ട ദൈവമക്കളെ, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. Those who are conquering, I shall reward them the hidden manna. Second, I shall reward them the white stone. I shall reward them a new name which is written on their forehead.
അപ്പൊ ചിന്തിക്കണേ, പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന, കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന എല്ലാവിധ പ്രതികൂലത്തിൽ കൂടെ നീ കടന്നുപോയാലും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ലോക ഇമ്പത്തെയും പാപത്തെയും ജഡത്തിന്റെ ഇച്ഛകളെയും വിട്ടോടിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ശക്തിയോടെ നീ നിലനിന്നാൽ ജയിക്കുന്ന ഒരുവനുണ്ട്. ജയിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ജനമുണ്ട്. ആ ജയിക്കുന്നവന് ലഭിക്കുന്നത് മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തരും. 2, ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കും. 3, ജയിക്കുന്നവന്റെ കരങ്ങളിൽ, ജയിക്കുന്നവന്റെ ഹൃദയങ്ങളിൽ ഞാനൊരു പുതിയ പേരെഴുതും. അവൻ എനിക്കുള്ളവനെന്നോ ഞാനൊരു പേരെഴുതും. ലഭിക്കുന്ന ഞാനല്ലാതെ, ലഭിക്കുന്ന നമ്മളല്ലാതെ, ജയിക്കുന്നവരായ ആ ജയിക്കുന്നവരല്ലാതെ ആരും അറിയത്തില്ല ആ എഴുതിയിരിക്കുന്ന പേരെന്താണെന്ന്. ആകയാൽ എന്റെ ജനമേ, ഇന്ന് രാത്രിക്കാലം ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പെർഗമോസ് ദൈവസഭയോട് ദൂതെഴുതി അവസാനിപ്പിക്കുമ്പോ കർത്താവ് പറയുകയാണ്, those who are conquering the world, those who are conquering the Satan, those who are conquering the flesh and evil, they will be rewarded in the hidden manna. They will be rewarded in the hidden manna. They will be rewarded a white stone. They will be rewarded a new name written in their own heart. നിങ്ങൾക്ക് ഞാനൊരു പുതിയ ഹൃദയം തരും, പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകരും എന്നൊക്കെ യെരമ്യാ പ്രവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ജയിക്കുന്നവന് ജയാളിയായി തീരുന്നവന്, ജയത്തോടെ മുന്നേറുന്നവന് ദൈവത്തിന്റെ പർദീസയിൽ ദൈവകുമാരന്റെ മുൻപാകെ ചെല്ലുമ്പോ ജയിച്ച്, മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ജയിക്കുന്നവൻ കടന്നു ചെല്ലുമ്പോ അവന് വേണ്ടി മറഞ്ഞിരിക്കുന്ന മന്ന, ആർക്കും ലഭിക്കാത്തതായ വെള്ളക്കല്ല്, ആരും ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത വിധത്തിലുള്ള പുതിയ നാമം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിക്കൊണ്ട് സ്വർഗത്തിലെ പിതാവ് തന്റെ ജനത്തിന് പ്രതിഫലം നൽകും. അങ്ങനെ എന്റെ പ്രിയ കേൾവിക്കാരെ, നമുക്ക് ജയിക്കുന്നവരായി തീരാം, ജയിക്കുവാനായി മുമ്പോട്ട് ഓടാം, ജയാളിയായി മുമ്പോട്ട് ഓടാം. ഈ ലോകത്തിന്റെ ഇമ്പത്തെ വിട്ടോടാം. ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളെ മറന്നിട്ട്, ലടത്തിന്റെ പ്രതികൂലങ്ങളെ മറന്നിട്ട്, ലോകത്തിന്റെ ഇമ്പത്തെ മറന്നിട്ട്, കണ്ണിന്റെ ഇമ്പങ്ങളെ മറന്നിട്ട്, യോഹന്നാൻ പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന് പ്രതാപം ഇവയെ ജയിക്കുന്നവൻ ജയിച്ച ജയമോ കർത്താവായ യേശു ക്രിസ്തുവില്ല നമ്മുടെ വിശ്വാസം തന്നെ. യോഹന്നാൻ 5-ാം അധ്യായത്തിലെ വാക്യം ലോകത്തെ ജയിച്ച ജയമോ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം തന്നെ. ആകയാൽ എന്റെ പ്രിയജനമേ, ജയിക്കുന്നവരായി തീരാം, പരാജയപ്പെടാതെ ജയാളികളായി മുമ്പോട്ട് പോകുന്നവർക്ക് പെർഗമോസിലെ ദൈവസഭയ്ക്കും ദൂതെഴുതി അവസാനിപ്പിക്കുമ്പോ കർത്താവ് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ റോമൻ പടയാളികൾ ജയാളികളായി മടങ്ങി വരുമ്പോ പടനായകന്മാർക്ക് റോമൻ ഗവൺമെന്റ് മുദ്ര ചാർത്തിയിരുന്ന വെള്ളക്കല്ല് ഞാൻ കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ അവന്റെ ഹൃദയത്തിൽ ഒരു പുതിയ പേരെഴുതി കൊടുക്കും. ഇതാണ് പെർഗമോസ് സഭയോടുള്ള ദൂത്. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി ജയാളിയായി നമുക്ക് മുമ്പോട്ട് പോകാം. മരണത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, സാത്താനെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവനായ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജയിക്കുന്ന ജയമോ, വിജയിക്കുന്ന നമ്മുടെ ജയമോ ക്രിസ്തുവിലുള്ള എന്റെ വിശ്വാസം തന്നെ.
ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ എന്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഞാൻ നീതിയുടെ കിരീടം പ്രാപിക്കാനായി ഓടിക്കൊണ്ടിരിക്കുക. എന്റെ ഓട്ടത്തിന്റെ പിന്നിൽ എന്നെ പുറകോട്ട് വലിക്കുന്ന ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെ വിട്ട്, ജഡത്തിന്റെ ഇമ്പങ്ങളെ വിട്ടിട്ട് നമുക്ക് മുമ്പോട്ടോടാം, ജയാളികളായി തീരാം, ജയത്തോടെ യാത്ര ചെയ്യാം. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന പ്രതിഫലം ലഭിക്കും. ജയിക്കുന്നവന് നയിക്കുന്ന പടനായകൻ പടയാളികളെ തോപ്പിച്ച് രാജ്യങ്ങളെ കീഴടക്കി മടങ്ങി വരുമ്പോ പ്രഭുക്കന്മാർക്ക് കൊടുക്കുന്ന വെള്ളക്കല്ല് ജയിക്കുന്നവന് ലഭിക്കുന്നു. ജയിക്കുന്നവന് യഹോവയായ ദൈവം അവന്റെ ഹൃദയത്തിൽ ഒരു പുതിയ പേര് കുത്തിക്കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നു. ആകയാൽ ഇന്ന് രാത്രി ജയിക്കുന്നവരായി നമുക്ക് മുന്നേറാം. കർത്താവിന്റെ വരത്തിന് വേണ്ടി കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. ആകയാൽ നമുക്ക് ജയാളികളായി മുന്നോട്ട് യാത്ര ചെയ്യാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഇന്ന് രാത്രി ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സകലരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നു. പിതാവ് ഇന്ന് രാത്രി ഇതിന്റെ ജനത്തെ അനുഗ്രഹിക്കണം. ജയാളികളായി ജയിക്കുന്നവരായി മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കൃപ ചെയ്യണമേ. തിരുനാമത്തെ ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുത്തണം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രിയ പിതാവ്. This is Pastor Sunny K. Thomas from Changanur signing off. May God Almighty give you blessings. Amen, amen, amen.